എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാലക്കുടിയുടെ പല പ്രദേശങ്ങളിൽ നിന്നും ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവരെയും കഞ്ചാവിൻ്റെ സപ്ലൈ നടത്തുന്നവരെയും പോലീസ് ഡി ഹണ്ടിൻ്റെ ഭാഗമായിട്ട് പിടികൂടുന്ന വാർത്തകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത്തരത്തിലുള്ള സംഭവം ഉണ്ടായി. ചാലക്കുടി വിജയരാഘപുരം ഉറുമ്പങ്കുന്ന് സ്വദേശി ചാലച്ചൻ വീട്ടിൽ വിനു ബാബു 26 വയസ്സ് എന്ന ചെറുപ്പക്കാരനെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. നമ്മുടെ ചാലക്കുടി പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുവാക്കളുടെ സർഗ്ഗശേഷിയെ തകർക്കുന്നതിന് വേണ്ടി ലഹരി മാഫിയകളുടെ വ്യാപകമായ ഇടപെടൽ നടക്കുകയാണ്. ഇതിനെതിരെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ഊർജിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല പ്രദേശങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ പിടിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, പോലീസ് മിക്കവാറും നമ്മുടെ ചാലക്കുടി നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും വലവിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഞ്ചാവ് ഉപയോഗിക്കുന്നതും തെറ്റാണ്, കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നതും കുട്ടികൾക്ക് കൊടുക്കുന്നതും വലിയ തെറ്റ് തന്നെയാണ്. ഇപ്പോൾ പിടിയിലാക്കപ്പെട്ടിരിക്കുന്ന ഉറുമ്പങ്കുന്ന് സ്വദേശി വിജയരാഘപുരം സ്വദേശി ചാലച്ചൻ വീട്ടിൽ വിനു ബാബു 26 വയസ്സെന്ന ചെറുപ്പക്കാരൻ, അയാൾ ജോലി ചെയ്തിരുന്ന വെൽഡിംഗ് സ്ഥലത്ത് നിന്നാണ് ഈ കഞ്ചാവ് ലഭിച്ചതെന്നാണ് പോലീസിനോട് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടന്നു വരികയാണ്. ജനകീയം ഡി ഹണ്ടിൻ്റെ ഭാഗമായുള്ള പരിശോധനയിൽ ചാലക്കുടിയിൽ കഞ്ചാവ് വിൽപ്പനക്കാരൻ അറസ്റ്റിൽ. വിജയരാഘപുരം ഉറുമ്പങ്കുന്ന് സ്വദേശി ചാലച്ചൻ വീട്ടിൽ വിനു ബാബു 26 വയസ്സെന്നയാളാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മുരുകേഷ് കടവത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അജിൻ കെ എ, സനോജ് കെ എം, പ്രദീപൻ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത്. എറണാകുളത്തെ വെൽഡിംഗ് ജോലി സ്ഥലത്തു നിന്നുമാണ് കഞ്ചാവ് ലഭിച്ചതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഇതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്.